വളരെ സിമ്പിൾ ആണ് റോക്സിന്റെ. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ രണ്ട് ടോപ്പിക്സ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എർത്തിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. റോക്സും അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഇൻഡെപ്തിൽ നമുക്ക് നോക്കണം. ഓക്കെ, ഇപ്പൊ റോക്സിലേക്ക് വരുമ്പോൾ റോക്സ് എന്താണ്? ദേ ആർ മെറ്റീരിയൽസ് ദാറ്റ് ഫോം ദ എസെൻഷ്യൽ പാർട്സ് ഓഫ് ദ എർത്ത് സോളിഡ് ക്രസ്റ്റ്. നമ്മൾ എർത്തിന്റെ 3 ലേയേഴ്സ് പഠിച്ചു, ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. അതിൽ ക്രസ്റ്റിൽ വരുന്ന എസെൻഷ്യൽ പാർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റോക്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ ബൈ പറയുകയാണെങ്കിൽ ഹാർഡ് മാസ് ഓഫ് മിനറൽ മാറ്റർ കംപ്രൈസിങ് 1 or more റോക്ക് ഫോമിംഗ് മിനറൽസ്. അപ്പൊ ഈ റോക്സ് എന്ന് പറയുന്നത് മിനറൽസിന്റെ ഒരു മിനറൽസിന്റെ ഒരു ഗ്രൂപ്പാണ്, അല്ലെ മിനറൽ മാറ്ററിനെയാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്നത്. മാഗ്മ കൂൾ ചെയ്തിട്ട് മോൾട്ടൺ ആയിട്ടുള്ള മാഗ്മ കൂള് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റോക്ക് ഫോം ചെയ്യുന്നത്. റോക്സിന്റെ സ്റ്റഡീനെ പറ്റിയിട്ട് പറയുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ പെട്രോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് റോക്സ് ഈസ് കോൾഡ് പെട്രോളജി. ഓക്കെ, മറന്നു പോരുത്, പെട്രോളജി. ഇതുപോലെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടേമാണ് പെഡോളജി. പെഡോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റഡി ഓഫ് സോയിൽ എന്നാണ്. ഇത് രണ്ടുകൂടെ മാറിപ്പോകരുത്. സോയിലിനെ പറ്റിയിട്ടുള്ള, മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനത്തിനെ പെഡോളജി എന്നും റോക്സിനെ പറ്റിയിട്ടുള്ള പഠനത്തിനെ നമ്മൾ പെട്രോളജി എന്നാണ് വിളിക്കുന്നത്. ഈ പെട്രോളജി ഒരു ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, പെട്ര മീൻസ് റോക്ക് ആൻഡ് ലോഗോസ് മീൻസ് സയൻസ്. നിങ്ങൾ ഓർക്കുക, ഈ ലോഗോസ് എന്ന് വരുന്ന എല്ലാ സയന്റിഫിക് നെയിമുകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ആയിരിക്കും. ഓക്കെ, ഇതൊരു ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. പെട്രോളജി, ഈ പറയണ പെഡോളജി അല്ലെ, ആന്ത്രോപോളജി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലോഗി ചേർന്ന് വരുന്നത് ഇതെല്ലാം ഗ്രീക്കാണ്. അതേപോലെ തന്നെ നോമോസ് ചേർന്ന് വരുന്നതും, ഓക്കെ, നോമീന്ന് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതും ഗ്രീക്കാണ്. ഓക്കെ, അതേസമയം ഈ ലാസ്റ്റില് കൾച്ചർ അങ്ങനെയൊക്കെ വരുന്നത് എപ്പോഴും ലാറ്റിൻ ആണ് വരുന്നത്. അപ്പോ നിങ്ങൾ ഇത് വെച്ചിട്ട് പഠിക്കുക, ലോഗോസ് നോമോസ് ഒക്കെ എൻഡ് ചെയ്യുന്ന മിക്ക വേർഡ്സിന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ആണ്. ഇതല്ലാതെ വരുന്ന മിക്ക വേർഡ്സിന്റെയും ലാറ്റിൻ ആണ്. ഓക്കെ, പെട്രോളജി ഡീൽസ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റോക്സ്. പെട്രോജനസിസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് റോക്സ്. അപ്പൊ പെട്രോളജി നമ്മൾ റോക്സിനെ പറ്റിയിട്ടുള്ള പഠനമാണെങ്കിൽ പെട്രോജനസിസ് ആണ് ഒറിജിൻ ഓഫ് റോക്സ്, എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെ നമ്മൾ പെട്രോജനസിസ് എന്നാണ് പറയുന്നത്. ഈ റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് റോക്സിനെ നമുക്ക് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. കൂളിംഗ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ വിത്തിൻ ഓർ ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. അപ്പൊ മോൾട്ടൺ മാഗ്മ കൂള് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് എർത്തിന്റെ സർഫേസിൽ കാണപ്പെടുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ റോക്സ് 3 തരത്തിലാണുള്ളത്. പ്രൈമറി റോക്സ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയും, സെഡിമെന്ററി അല്ലെങ്കിൽ സെക്കൻഡറി റോക്സ് എന്ന് പറയും, മൂന്നാമത്തേത് മെറ്റമോർഫിക് റോക്സ്. ഈ മെറ്റമോർഫിക് റോക്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റോക്സ് രണ്ടിൽ നിന്നും ഓൾട്ടറേഷൻ ചേഞ്ച് സംഭവിച്ചിട്ട് വരുന്ന റോക്സുകളെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ റോക്സിന്റെ ഫസ്റ്റ് ഇഗ്നിയസ് ഓർ പ്രൈമറി റോക്സ് ആണ്. അപ്പൊ ഇഗ്നിയസ് ഓർ പ്രൈമറി റോക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഗ്നിയസ് ആണ്. ഈ ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ ഫോർമേഷൻ വരുന്നത് മോൾട്ടൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ നല്ലധികം കൂടിയിരിക്കുന്ന മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു മാഗ്മ കൂളാവും. ഓക്കെ, കൂളായി കഴിഞ്ഞിട്ട് അത് കൺസോളിഡേറ്റ് ആവും. അതിന്റെ മാറ്റർ എല്ലാം കൂടിയിട്ട് നല്ലോണം അടുത്ത് കൺസോളിഡേറ്റ് ആയി പല 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 കെമിക്കൽ റിയാക്ഷൻസ്, ഫിസിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ പ്രോസസ് ഒക്കെ നടന്നിട്ട് ബൈ ടൈം കൺസോളിഡേറ്റ് ആയിട്ട് അത് ഇഗ്നിയസ് റോക്കായി മാറും. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. ഇനി സെഡിമെന്ററി അല്ലെ സെക്കൻഡറി റോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൈമറി റോക്സ് ഫോർമേഷൻ നടക്കുന്ന സമയങ്ങളിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇപ്പൊ വാട്ടർ വഴി അല്ലെ വിൻഡ് വഴി അങ്ങനെ പല പല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സെഡിമെന്റ് പോലെ കിടക്കും. ഓക്കെ, സെഡിമെന്റ് ചെയ്ത് പ്രൈമറി റോക്സ് കറക്റ്റ് ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്ത്
ഇഗ്നിയസ് റോക്ക് ആവാതെ ഈ പ്രൈമറി റോക്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പല 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 പ്രൈമറി റോക്സുകളെല്ലാം കൂടെ സിമെന്റ് ആവും. സിമെന്റ് ആവും എന്ന് പറഞ്ഞാൽ എന്താ, ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിച്ച് അത് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴി പിന്നെ മറ്റൊരു റോക്കായിട്ട് അത് മാറും. ആ ഒരു റോക്കിനെയാണ് നമ്മൾ സെഡിമെന്ററി ഓർ സെക്കൻഡറി റോക്സ്. അവിടെ വേറൊരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, സെഡിമെന്റേഷൻ മാത്രമാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അതുകൊണ്ടാണ് സെഡിമെന്ററി അല്ലെ സെക്കൻഡറി റോക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേത് മെറ്റമോർഫിക് റോക്സ് ആണ്. ഈ റോക്സ്, ഈ ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്സ് ഉണ്ടല്ലോ, ഈ റോക്സിന് രണ്ടിനും ചേഞ്ചസ് വരും. ചേഞ്ചസ് വന്നിട്ട് അത് ബൈ ടൈം ചേഞ്ചസ് വന്നിട്ട് രണ്ടിന്റെയും ഐഡന്റിറ്റി തന്നെ മാറി പുതിയൊരു റോക്കായിട്ട് അത് മാറും. അപ്പോൾ ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്സിന്റെ ഐഡന്റിറ്റി മാറി പുതിയൊരു കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള മറ്റൊരു റോക്ക് ആവുന്ന സമയത്ത് മറ്റേ റോക്സിനെക്കാട്ടിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഈ റോക്സ് കാണിക്കുന്നത്. ആ റോക്സിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള റോക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇഗ്നിയസ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ്, സെഡിമെന്ററി അല്ലെങ്കിൽ സെക്കൻഡറി റോക്സ്. ഇത് രണ്ടിലെ ചേഞ്ച് വന്നിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു റോക്ക് ഫോം ചെയ്യുന്നതിനെ നമ്മൾ മെറ്റമോർഫിക് റോക്സ് എന്ന് വിളിക്കുന്നു. ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ്, പ്രൈമറി റോക്സ് അല്ലെങ്കിൽ മാസീവ് റോക്സ്, അങ്ങനെ 3 പേരിൽ നമുക്ക് വിളിക്കാം. ദീസ് റോക്സ് ആർ ഫസ്റ്റ് ഫോംഡ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്ത റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. ഡ്യൂ ടു ദ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ മാഗ്മ. അപ്പം മോൾട്ടൻ മാഗ്മ സോൾഡിഫൈ ആയിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത്. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ. ഈ ഇഗ്നിയസ് റോക്സിന്റെ ഫോർമേഷന്റെ ബേസിസിൽ നമുക്കിതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇഗ്നിയസ് റോക്സിനെ നമുക്ക് രണ്ടായിട്ട്, മോഡ് ഓഫ് ഫോർമേഷൻ വെച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്ക്ലൂസീവ് റോക്സ് ആൻഡ് ഇൻട്രൂസീവ് റോക്സ്. ഓക്കെ, എക്സ്ക്ലൂസീവ് റോക്സും ഇൻട്രൂസീവ് റോക്സും, ഇത് രണ്ടും ഇഗ്നിയസ് റോക്സ് ആണ്. ഇതിന്റെ ഫോർമേഷൻ വന്ന വ്യത്യാസത്തിലാണ് നമ്മൾ രണ്ടായിട്ട് പറയുന്നത്. ഈ എക്സ്ക്ലൂസീവ് റോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾക്കാനിക് റോക്സ്. എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ്. അപ്പം ഇഗ്നിയസ് റോക്സ് 2 തരത്തിലുണ്ട്, എക്സ്ട്രൂസീവ് ആൻഡ് ഇൻട്രൂസീവ്. എക്സ്ട്രൂസീവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾക്കാനിക് റോക്സ്. ദീസ് റോക്സ് ആർ ഫോംഡ് ഡ്യൂ ടു കൺസോളിഡേഷൻ ഓഫ് മാഗ്മ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ മുകളിൽ, എർത്തിന്റെ സർഫസിൽ, എർത്തിന്റെ ഉള്ളിലല്ല, എർത്തിന്റെ മുകളില് മാഗ്മ കൺസോളിഡേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ ഒരു റോക്കിനെയാണ് നമ്മൾ എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മാഗ്മ എർത്ത് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ടുള്ളത് ബസാൾട്ട് റോക്ക് ആണ്. ബസാൾട്ട് റോക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, തുടക്കത്തിൽ നമ്മൾ ബസാൾട്ടിനെ പറ്റിയിട്ട് നമ്മുടെ എർത്ത് സ്ട്രക്ചറിൽ പറഞ്ഞു. ഈ ബസാൾട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രൂസീവ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്ക് ആണ്. മറന്നു പോകരുത്, എക്സ്ട്രൂസീവ് ആയിട്ടുള്ള ഒരു ഇഗ്നിയസ് റോക്ക് ആണ് ബസാൾട്ട്. അപ്പം എക്സ്ട്രൂസീവ് റോക്കിനെ നമുക്ക് വോൾക്കാനിക് റോക്സ് എന്നും വിളിക്കാം. ഇനി നമുക്ക് ഇൻട്രൂസീവ് റോക്സ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ്. ഇൻട്രൂസീവ് റോക്സിനെ നമ്മൾ വിളിക്കുന്നത് പ്ലൂട്ടോണിക് റോക്സ് എന്നാണ്. ഈ റോക്സ് സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ നടന്നിട്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്, പക്ഷേ എർത്തിന്റെ സർഫസിന്റെ ഉള്ളിലാണ് സോൾഡിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, എർത്തിന്റെ സർഫസിന്റെ, അതായത് നമ്മുടെ ക്രസ്റ്റ് ഉണ്ടല്ലോ, ക്രസ്റ്റിന്റെ അപ്പർ പോർഷന്റെ താഴെയാണ് ഈ സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ നടക്കുന്നത്. മാഗ്മ സോൾഡിഫൈ ചെയ്തിട്ടാണ് ഈ 2 തരത്തിലുള്ള റോക്സ് നടക്കുന്നത്. അപ്പൊ എർത്തിന്റെ മുകളിലാണെങ്കിൽ അതിനെ എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്നും, എർത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇൻട്രൂസീവ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്നും വിളിച്ചു. പ്ലൂട്ടോണിക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്സ് അത് സോൾഡിഫൈ ആവുന്നത് കുറച്ചും കൂടെ ഗ്രേറ്റർ ഡെപ്തിലായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇതിനെ രണ്ടിനെ നമ്മൾ വേർതിരിച്ച് പറയുന്നത്. ഹൈപ്പർബാസൽ റോക്സ് സോൾഡിഫൈഡ് അറ്റ് ഷാലോ ഡെപ്ത് ഫ്രം ദ സർഫസ്. അല്ല, അതായത് കുറച്ച് ഡെപ്തിൽ, അത്ര ഗ്രേറ്റർ ഡെപ്ത് അല്ല എങ്കിലും കുറച്ച് ഡെപ്തിൽ സോൾഡിഫൈ ആവുന്ന കുറച്ച് റോക്സിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഗ്രാനൈറ്റ്, സയനൈറ്റ്, ഡയോറൈറ്റ്, ഗാബ്രോ. ഇതിൽ ഗ്രാനൈറ്റും ഗാബ്രോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇഗ്നിയസ് റോക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ബസാൾട്ട് ആൻഡ് ഗ്രാനൈറ്റ് ആണെന്ന് പറയുന്നത്. ബസാൾട്ട് വോൾക്കാനിക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്ക് ആണ്. ഗ്രാനൈറ്റ് ഈസ് പ്ലൂട്ടോണിക് ഓർ ഇൻട്രൂസീവ് റോക്ക്.
ഈ ഗ്രാനൈറ്റിന്റെ കൂടാതെ ഉള്ള പ്ലൂട്ടോണിക് റോക്സിന് എക്സാമ്പിൾ ആണ് സയനൈറ്റ്, ഡയോറൈറ്റ്, ഗാബ്രോ. ഓക്കെ, ഇനി ഈ ഒരു ഇൻട്രൂസീവ് റോക്സില് ഗ്രാനൈറ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞില്ലേ. ഈ റോക്സിൽ നമ്മൾ രണ്ട് ടേംസ് കൂടെ പഠിക്കാനുണ്ട്, ഡൈക്സ് ആൻഡ് സിൽസ്. അതായത് ഈ ഇൻട്രൂസീവ് റോക്സിൽ വെർട്ടിക്കൽ ക്രാക്സ് വഴി, വെർട്ടിക്കൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ റോക്ക് പലതരത്തില് പൊട്ടാവല്ലോ, ക്രാക്ക് സംഭവിക്കാം. അതായത് ഈ റോക്കിന്റെ മിനറൽ കോമ്പോസിഷൻ അനുസരിച്ച് അതിനൊരു അലൈൻമെന്റ് കാണും. ലോഞ്ചിറ്റ്യൂഡിന് അതിന്റെ പല വിത്തിലും ഡയമെൻഷനിലും അതിനൊരു അലൈൻമെന്റ് കാണും. ആ അലൈൻമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ വെർട്ടിക്കലായിട്ട്, അതായത് മുകളിൽ നിന്ന് താഴോട്ടാണ് അത് പൊട്ടുന്നതെങ്കിൽ, വെർട്ടിക്കലായിട്ടാണ് അത് പൊട്ടുന്നത് എങ്കിൽ ഈ റോക്സിനെ ഡൈക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാനിതൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പം റോക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ, റോക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ റോക്ക് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലാണ് പൊട്ടുന്നത് എന്ന് വിചാരിക്കുക. വെർട്ടിക്കൽ പൊട്ടുമ്പോൾ എന്താ പറ്റുക, ഇതൊരു അപ്പർ പോർഷനായിട്ടും പോവും, ഇത് താഴോട്ടൊരു പോർഷനായിട്ടും പോവും. ഇങ്ങനെ ഒരു ഫോഴ്സ് ആണ്, മെക്കാനിക്കൽ ഫോഴ്സ് ആണ് വന്നത് എങ്കിൽ വെർട്ടിക്കൽ ക്രാക്സ് സംഭവിക്കുകയും ഡൈക്സ്, അതായത് ക്രാക്സ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഇത് പൊട്ടുക, അല്ല ഇങ്ങനെ വെർട്ടിക്കൽ ആക്സിസ് കൂടെ അത് പൊട്ടും. ഇതിപ്പോ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് പോലാണ് ഇരിക്കുന്നത്, പക്ഷെ എങ്കിലും ആ റോക്കിനെ വെച്ചിട്ട് നോക്കുമ്പോൾ റോക്ക് ഇങ്ങനെ ഒരു പൊസിഷനിലല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ പരന്ന ഒരു റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഹൊറിസോണ്ടൽ ആക്സിസ് വെച്ചിട്ടല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഹൊറിസോണ്ടൽ ക്രാക്സ് എന്ന് പറയുമ്പോൾ, ഹൊറിസോണ്ടൽ ക്രാക്സ് ആണെങ്കിൽ നേരെ എന്താ സംഭവിക്കുക, ഇങ്ങനെ പൊട്ടും. ഓക്കെ, ഹൊറിസോണ്ടൽ അതിന്റെ ആ ഒരു രണ്ട് സൈഡ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രണ്ട് പോർഷൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ക്രാക്ക് ആവുന്നതിന് സിൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് ക്രാക്ക് ആവുന്നതിന് സിൽട്ട് എന്നാണ്. അപ്പൊ വെർട്ടിക്കൽ പൊസിഷൻ, ആ ഒരു റോക്കിന്റെ വെർട്ടിക്കൽ പൊസിഷൻ ആണ് എപ്പോഴും നോക്കേണ്ടത്. ആ വെർട്ടിക്കൽ പൊസിഷൻ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ വെർട്ടിക്കൽ ആയിട്ട് ക്രാക്ക് സംഭവിക്കുകയാണെങ്കിൽ ഡൈക്സും, ഹൊറിസോണ്ടൽ ആണെങ്കിൽ സിൽസും. ഇത് രണ്ട് റോക്കിന്റെ ടൈപ്സ് ആകട്ടോ, ഡൈക്സ് ആൻഡ് സിൽസ് ആർ റോക്ക് ടൈപ്സ്. ഫോം ചെയ്യുന്ന രീതിയിൽ രണ്ടും വ്യത്യാസമാണെന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ ഇൻട്രൂസീവ് റോക്സിന്റെ അകത്തിൽ വരുന്ന മറ്റൊരു ടേമാണ് വെസിക്കുലാർ റോക്സ്. വെസിക്കുലാർ റോക്സ് എന്ന് പറയുന്നത് മോൾട്ടൺ മാഗ്മ സർഫസിൽ കൂളായിട്ടിരിക്കും, പക്ഷെ കുറച്ച് വാട്ടർ വേപ്പറോ അങ്ങനെ എന്തെങ്കിലും, വാട്ടറിന്റെ സ്റ്റീമോ അല്ലെങ്കിൽ വാട്ടർ സാധാരണ ഇറ്റ്സെൽഫ് ആയിട്ട് എൻട്രാപ്പ് ചെയ്തിട്ട് റോക്കിന്റെ ഉള്ളിൽ വെസിക്കിൾ ആയിട്ട് ഫോം ചെയ്തിരിക്കും. ഓക്കെ, അത് മോൾട്ടൺ മാഗ്മ കൂളാവുന്ന സമയത്ത് സംഭവിക്കാം, ഈ റോക്കിന്റെ ഫോർമേഷന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതായിരിക്കാം. ഈ സംഭവിക്കുന്ന വാട്ടർ എൻട്രാപ്മെന്റ് പിന്നീട് ഒരു വെസിക്കിൾ ആയിട്ട് ഫോം ചെയ്യും. വെസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിലൊരു ചെറിയ വെസിക്കിൾ ഫോർമേഷൻ പോലെ ഉണ്ടാവും അല്ലെ, വാട്ടർ മൂവ് ചെയ്ത് മാറുമ്പോൾ. അപ്പൊ ഈ വെസിക്കിൾസ് ഉള്ള തരത്തിലുള്ള റോക്സിനെയാണ് നമ്മൾ വെസിക്കുലാർ റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇഗ്നീഷ്യസിൽ തന്നെയാണ് ഈ ഒരു വെസിക്കുലാർ റോക്സ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇഗ്നിയസ് റോക്കിനെ അതിന്റെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ, സിലിക്കയുടെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഇതിന്റെ അസിഡിക് ആൻഡ് ബേസിക് റോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസിഡിക് റോക്സ് ഏതാണ്, ബേസിക് റോക്സ് ഏതാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അസിഡിക് റോക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 65% സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്ക എന്ന് പറയുന്നത് എന്താണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സിലിക്കൺ ഡയോക്സൈഡ് 65% കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ അസിഡിക് റോക്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് ആൻഡ് റയോലൈറ്റ്. ഗ്രാനൈറ്റ് ആൻഡ് റയോലൈറ്റ് ആണ് അസിഡിക് റോക്സിന് എക്സാമ്പിൾ. ഇന്റർമീഡിയറ്റ് റോക്സ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് റോക്സ് ഏകദേശം 56 to 65 ഡിഗ്രി സെൽഷ്യസ് ആണ് SiO2ന്റെ കണ്ടന്റ് വരുന്നത്. ഈ ഇന്റർമീഡിയറ്റ് റോക്സിനെ പിന്നെയും നമുക്ക് രണ്ടായിട്ട് പറയാം, സബ് അസിഡിക് റോക്ക് ആൻഡ് സബ് ബേസിക് റോക്ക്. ഓക്കെ, സബ് അസിഡിക് റോക്ക് ആൻഡ് സബ് ബേസിക് റോക്ക്. അപ്പൊ ഇതെല്ലാം 5 ആഡ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. ഫസ്റ്റ് 40 to 55, 56 to 60, 60 to 65, ഗ്രേറ്റർ ദാൻ 65. അപ്പം ഈ ഇത് പഠിക്കുക, 40 തൊട്ട് 65 ആണ് റേഞ്ച് വരുന്നത്. 5 കൂട്ടി പോയാൽ മതി. അപ്പൊ ഈ ഒരു ഓർഡർ പഠിക്കാം. അസിഡിക് റോക്സ് ഏതൊക്കെയാണ്, അസിഡിക് റോക്സ് ഗ്രാനൈറ്റ് ആണ്, റയലൈറ്റും ഉണ്ട്. സബ് അസിഡിക് റോക്സിന് എക്സാമ്പിൾ ആണ് സയനൈറ്റ് ആൻഡ് ട്രൈക്കൈറ്റ്. സബ് ബേസിക് റോക്സിന് എക്സാമ്പിൾ ആണ് ഡയോറൈറ്റ് ആൻഡ് ആൻഡിസൈറ്റ്. സബ് ബേസിക് റോക്സിന് എക്സാമ്പിൾ ആണ് ഡയോറൈറ്റ് ആൻഡ് ആൻഡിസൈറ്റ്. ബേസിക് റോക്സിന് എക്സാമ്പിൾ ആണ് ഗാബ്രോ ആൻഡ് ബസാൾട്ട്. അപ്പൊ ബേസിക് ബസാൾട്ട് എന്ന് പഠിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അസിഡിക് വന്നപ്പോൾ ഗ്രാനൈറ്റ്. നമ്മൾ ഗ്രാനൈറ്റും ബസാൾട്ടും എപ്പോഴും നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പഠിക്കാം അല്ലെ. ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് റോക്സ് പഠിച്ചല്ലോ. അപ്പൊ അതുപോലെ തന്നെ എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്, ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഈ ബേസിക്കും
ബസാൾട്ട് ആണ് ആസിഡിക്, ഗ്രാനൈറ്റ് ആണ്. ഇങ്ങനെ പഠിച്ചു വെക്കാം. ബസാൾട്ടും ഗ്രാനൈറ്റും നിങ്ങൾ ബേസ് ആയിട്ട് വെക്കുക എല്ലാത്തിന്റെയും. ഇത് എപ്പോഴും ഏതിലാണ് വരുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി. അപ്പൊ ആസിഡിക് റോക്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ഗ്രാനൈറ്റ് ആണ്. റയലൈറ്റ് കൂടി ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്തു വെക്കുക. ഇന്റർമീഡിയറ്റ് സബ് ആസിഡിക്, സയനൈറ്റ് ആൻഡ് ട്രാക്ക്, അതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. സയനൈറ്റ് പഠിക്കുക. സബ് ബേസിക്കില് ഡയോറൈറ്റോ ആൻഡസൈറ്റോ, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ബേസിക്കില് ഗാബ്രോ നമ്മൾ ഇതിന് മുൻപ് ഒന്ന് പറഞ്ഞതാണ്. ഗാബ്രോ നമ്മൾ എവിടെയായിരുന്നു? ഇൻട്രൂസീവ് റോക്സിലാണെന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞത്? അതെ, ഇൻട്രൂസീവ് റോക്സിൽ നമ്മൾ ഗ്രാനൈറ്റിന്റെ കൂടെ പറഞ്ഞതാണ് ഗാബ്രോ. അപ്പം ഗാബ്രോയും ബേസിക് റോക്സ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പം ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്രാനൈറ്റ്, ബസാൾട്ട്. അപ്പൊ ഈ പടം കാണുമ്പോൾ തന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് കൂടെ ഓർക്കുക. ബേസിക് ആണ്, എക്സ്ട്രൂസീവ് ആണ്. ഗ്രാനൈറ്റ് എന്താണ്? ഇൻട്രൂസീവ് ആണ്, അസിഡിക്കും ആണ്. ഇഗ്നീഷ്യസ് റോക്സിന്റെ കുറച്ച് അതിന്റെ എലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് റെഫറൻസ് പോലെ നിങ്ങൾ നോക്കുക. ഗ്രാനൈറ്റ് പ്ലൂട്ടോണിക് ആണ്. പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഇൻട്രൂസീവ് എന്ന് പറയുന്നതാണ് നമ്മൾ പ്ലൂട്ടോണിക് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാനൈറ്റ് പ്ലൂട്ടോണിക് ആണ്. ക്വാർട്സ് ആണ് 20 to 30% ക്വാർട്സ് ആണ്. ഹോൺബ്ലെൻഡ്, മാഗ്നറ്റൈറ്റ്, മൈക്ക ആണ് ഗ്രാനൈറ്റിലുള്ള കോമൺ ആയിട്ടുള്ള കാണപ്പെടുന്ന മിനറൽസ്. ഹോൺബ്ലെൻഡ്, മാഗ്നറ്റൈറ്റ്, മൈക്ക. ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി 2.64 ആണ്. അപ്പം ഗ്രാനൈറ്റും ബസാൾട്ടും എങ്കിലും അറ്റ്ലീസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ഓർത്തു വെക്കുക. ലൈറ്റ് കളേർഡ് ആണ്, വൈറ്റ് ഓർ റെഡിഷ് ആണ്. ലൈറ്റ് കളേർഡ് ആണ്. അപ്പൊ നമ്മളുടെ പിക്ചർ കണ്ടില്ലേ, കുറച്ച് ലൈറ്റ് കളറാണ്. ബസാൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളറല്ലേ ഗ്രാനൈറ്റിന് വരുന്നത്. സയനൈറ്റ് വരുന്നത് സെയിം ഇതൊക്കെ തന്നെയാണ്. ലൈറ്റ് കളേർഡ് ഓർ വൈറ്റ് റെഡിഷ് ആണ് വരുന്നത്. മൈക്കയ്ക്ക് വരും ബയോടൈറ്റ് ആണ് കോമൺ മിനറൽസിൽ വരുന്നത്. ഡയോറൈറ്റ് പ്ലൂട്ടോണിക് ആണ്, ഹോളോ ക്രിസ്റ്റലൈൻ ആണ്. പ്ലൂട്ടോണിക് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. അപ്പം ഇതെല്ലാം ജസ്റ്റ് ഹോൺബ്ലെൻഡ്, മാഗ്നറ്റൈറ്റ്, ബയോടൈറ്റ് ആണ്. ഡാർക്കർ കളറാണ്. ഡയോറൈറ്റ് കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള റോക്കാണ്. ഗാബ്രോ റോക്ക് എന്ന് പറയുന്നത് ലാബ്രോഡോറൈറ്റ്, ഓഗൈറ്റ്, ഒലിവിൻ. ഓക്കെ, ഒലിവിൻ ഒക്കെ മാംഗനീസിന്റെ ഒക്കെ ഓറാണ് ഒലിവിൻ. അപ്പം അതിൽ നിന്നൊക്കെ അതാണ് നമ്മുടെ ഈ ഗാബ്രോയുടെ ഒക്കെ എസെൻഷ്യൽ മിനറൽ ആയിട്ടുള്ളത്. ഹോൺബ്ലെൻഡും ഇൽമനേറ്റും ആണ്. 3 ആണ് ഗാബ്രോയുടെ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു അപ്രീഷൻ. ആണ് നമ്മുടെ ഗാബ്രോയ്ക്കുള്ളത്. ഡോളറൈറ്റ്. ഓക്കെ, ഡോളറൈറ്റ് ഹൈപ്പാബാസൽ റോക്കാണ്. കുറച്ച് ഡെപ്തിൽ താഴെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞില്ലേ, ഹൈപ്പാബാസൽ. ലാബ്രോഡോറൈറ്റ്, ഓഗൈറ്റ്, ഒലിവിൻ ആണ് മേജർ ആയിട്ടുള്ള മിനറൽസ്. 3 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ബസാൾട്ടിനും 3 തന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. വോൾക്കാനിക്, ക്രിസ്റ്റലൈൻ, ഗ്ലാസി മാസ് ആയിട്ടുള്ള റോക്കാണ്. ഓക്കെ, ലാബ്രോഡോറൈറ്റ്, ഓഗൈറ്റ് ആൻഡ് ഒലിവിൻ ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബസാൾട്ട്. അപ്പൊ ഈ ഗ്രാനൈറ്റിന്റെ ബസാൾട്ടിന്റെ എങ്കിലും എല്ലാ ടേബിളും അതേപോലെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സെഡിമെന്ററി റോക്സ് ആണ്. ഓക്കെ, ഇഗ്നിയസ് റോക്സ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്ററി റോക്സ് ഫോം ചെയ്തിരിക്കുന്നത് കൺസോളിഡേഷൻ ഓഫ് സെഡിമെന്റ്സ്. അതായത് സെഡിമെന്റിന്റെ കൺസോളിഡേഷൻ. കുറെ സെഡിമെന്റ് ആദ്യം വരും. സെഡിമെന്റ് വന്ന് ഇതിന്റെയൊക്കെ കൺസോളിഡേഷൻ നടക്കും. അതായത് നമ്മുടെ ഇഗ്നിയസ് റോക്സ് ഉണ്ടല്ലോ, ഇഗ്നിയസ് റോക്സ് എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ വാട്ടറോ വിൻഡോ കൊണ്ട് ഇങ്ങനെ സെഡിമെന്റ് പോലെ ഇങ്ങനെ വരും. ഇങ്ങനെ സെഡിമെന്റ് ചെയ്യുന്ന റോക്ക് എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്ത് എന്താവും, ലാസ്റ്റില് റോക്ക് ആവും. ഇങ്ങനെയാണ് സെഡിമെന്റേഷൻ വഴി സെഡിമെന്ററി റോക്സ് ഉണ്ടാവുന്നത്. മെനി ആർ ഡെപ്പോസിറ്റഡ് ഇൻ ലെയർ ഓർ ഫോംഡ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അക്വസ് സൊല്യൂഷനിൽ നിന്ന്, വാട്ടറിൽ നിന്നും ഒക്കെ പ്രസിപ്പിറ്റേറ്റ്സ് വന്നിട്ട് ലെയർ സെഡിമെന്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാവുന്നത്. സെഡിമെന്റ്സ് മേ കണ്ടൈൻ വേരിയസ് സൈസ് പാർട്ടിക്കിൾ സിമെന്റഡ് ടുഗദർ ബൈ സബ്സ്റ്റൻസസ്. അപ്പോൾ സെഡിമെന്റ്സിൽ ധാരാളം സബ്സ്റ്റൻസസ് ലൈക്ക് സിലിക്കൺ ഡയോക്സൈഡ്, അയൺ ഓക്സൈഡ്സ് കാണും, സിലിക്കൺ ഡയോക്സൈഡ്സ്, ലൈം, ഓക്കെ, കാൽഷ്യം CaCO3. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ
സെഡിമെന്റ്സ്, പലതരത്തിലുള്ള സബ്സ്റ്റൻസി സെഡിമെന്റ്സിൽ കാണും. ഈ റോക്സിനെ നമുക്ക് ക്ലാസ്റ്റിക് റോക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സെഡിമെന്ററി റോക്സിനെ നമ്മൾ വിളിക്കുന്നത് ക്ലാസ്റ്റിക് റോക്സ് ആണ്. ഫസ്റ്റ് ഇഗ്നിയസ് റോക്സിനെ നമ്മൾ മാസീവ് റോക്സ് എന്ന് വിളിച്ചു. അതേപോലെ തന്നെ സെഡിമെന്ററി റോക്സിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ക്ലാസ്റ്റിക് റോക്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഒറിജിന്റെ ബേസിസിൽ നമ്മൾ ഈ സെഡിമെന്ററി റോക്സിനെ തരംതിരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത് റെസിഡ്വൽ ആണ്. റെസിഡ്വൽ റോക്സിനെ സെഡിമെന്ററി റോക്സിന്റെ ഒന്നാമത്തെ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. റെസിഡ്വൽ റോക്സിന് ലാറ്ററൈറ്റ് ആണ് എക്സാമ്പിൾ. ലാറ്ററൈറ്റ് റോക്ക് ആണ് റെസിഡ്വലിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടഡ് സെഡിമെന്ററി റോക്സ്. ട്രാൻസ്പോർട്ടഡ് സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് ഈ കാണുന്ന എല്ലാ റോക്സും. അതിനെ തന്നെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. ട്രാൻസ്പോർട്ടഡിൽ ഫസ്റ്റ് വൺ ഈസ് ഡെപ്പോസിറ്റഡ് ആസ് സോളിഡ്സ് ഇൻ സസ്പെൻഷൻ. ഒരു സസ്പെൻഷനെ സോളിഡിനെ പോലെ ഡെപ്പോസിറ്റ് ആവുന്ന തരത്തിലുള്ള റോക്സിനെയാണ് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പറയുന്നത്. സാൻഡ് സ്റ്റോണും ഷെയിലും ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത് വന്നത് ഡെപ്പോസിറ്റഡ് ബൈ കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ. കെമിക്കലി പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സെഡിമെന്ററി റോക്സിനെ, ട്രാൻസ്പോർട്ടഡ് ആയിട്ടുള്ള സെഡിമെന്ററി റോക്സിനെ നമ്മൾ രണ്ടാമത് പറയുന്നു. അതിന് ലൈം സ്റ്റോണും അയൺ സ്റ്റോണും ആണ് എക്സാമ്പിൾ. ഓക്കെ, ഇതിൽ സാൻഡ് സ്റ്റോൺ, ഷെയില്, ലൈം സ്റ്റോൺ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡെപ്പോസിറ്റഡ് ത്രൂ ഏജൻസി ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ ഒരു ഏജന്റ് ആയിട്ട് നിൽക്കുക. മൈക്രോബ്സ് അല്ലെ, മൈക്രോബ്സ് ഒരു ഓർഗാനിക് മാറ്റർ അല്ലേ, പ്ലാന്റ്സ്. അപ്പൊ ഈ ഓർഗാനിക് മാറ്ററിന്റെ ഡെപ്പോസിഷൻ വന്നിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സെഡിമെന്ററി റോക്സിനെ മൂന്നാമത് നമ്മൾ പറയുന്നു പീറ്റ്, ഫോസ്ഫാറ്റിക് ഡെപ്പോസിറ്റ്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ രണ്ട് തരത്തിലുണ്ട്. മേജർ ആയിട്ട് പല ഡിവിഷൻ ഉണ്ട് കേട്ടോ. പല ഡിവിഷനിൽ നമ്മളിപ്പോ സെഡിമെന്ററി റോക്സ് പഠിക്കും. ഒന്നാമത് നമ്മൾ ഒറിജിന്റെ ബേസിൽ പറയുമ്പോൾ റെസിഡ്വലും ട്രാൻസ്പോർട്ടഡും ആണ്. അതിൽ റെസിഡ്വലിന് എക്സാമ്പിൾ ആണ് ലാറ്ററൈറ്റ്. ട്രാൻസ്പോർട്ടഡിന് എക്സാമ്പിൾ ആണ് സോളിഡ് ഇൻ സസ്പെൻഷൻ ആണെങ്കിൽ ലാൻഡ് സ്റ്റോൺ ആൻഡ് ഷെയിൽ. കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ ലൈം സ്റ്റോൺ ആൻഡ് അയൺ സ്റ്റോൺ. ഏജൻസി ഓഫ് ഓർഗാനിക് മാറ്റർ ആണെന്നുണ്ടെങ്കിൽ പീറ്റ് ആൻഡ് ഫോസ്ഫാറ്റിക് ഡെപ്പോസിറ്റ്സ്. അപ്പൊ സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സാൻഡ് സ്റ്റോൺ കണ്ടോ, ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ കാണാം. സെഡിമെന്റേഷന്റെ ഒരു എന്താ സൈൻ എന്ന് പറയാം അല്ലെ. ലൈം സ്റ്റോൺ ആണിത്. ഓക്കെ, ലൈം സ്റ്റോൺ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആണ് ഈ കാണുന്ന വൈറ്റ് കളർ.